വളരെയധികം രാഷ്ട്രീയ ഗിമ്മിക്കുകൾ കടന്നുപോയ ഒരു വാർത്താ പകലിന്റെ ഒടുവിലെത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ ഒത്തുകളിയിലാണ് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ ആരോപണങ്ങളിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിഷേധവും രേഖപ്പെടുത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, ഒഴിഞ്ഞുമാറുകയും ചെയ്തു. ഓഡിയോ സന്ദേശം നിഷേധിക്കാനും രാഹുൽ തയ്യാറായില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാഴ്ചകളിൽ നമ്മൾ കണ്ടത്. SCJ റിപ്പോർട്ടുമായി. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇന്ന് നിയമസഭയിൽ ഒരു ഒത്തുകളി തന്നെയാണ് കാണുവാൻ വേണ്ടി സാധിച്ചത് കോൺഗ്രസിൻ്റേത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവസാന നിമിഷം വരെയും കോൺഗ്രസ് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനുള്ളൊരു നീക്കം തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയത്. അതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ചോദിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നൊരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ അതിന് പിന്നാലെ നമ്മൾ കണ്ടത് കേരള നിയമസഭ ആദ്യ ദിനമായ ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുന്നു. 9:15 കഴിയുന്നതും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സഭയിലെത്തുകയും പ്രത്യേകമായി ബ്ലോക്കായി ഇരിക്കാനുള്ള അനുമതിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തുന്നു. അവിടെ എത്തുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ആർക്കൊപ്പമാണ് രാഹുൽ വന്നത് എന്നുള്ളതും അത് പ്രസക്തം തന്നെയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നേമം ഷജീറിനൊപ്പമാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അകത്തേക്ക് കടന്ന് സഭയ്ക്കുള്ളിലേക്ക് കടന്ന് അവിടെ ഇരിക്കുമ്പോഴും ലീഗിന്റെ MLA-മാർ അടക്കം എത്തി രാഹുലുമായി സംസാരിച്ചു പോകുന്നതൊക്കെ കണ്ടു. അതിന് തൊട്ടു പിന്നാലെ അവിടെ പ്രതിപക്ഷ നിരയിൽ നിന്ന് തന്നെ ഒരു കുറിപ്പ് രാഹുലിന്റെ പക്കലേക്ക് എത്തുന്നു. ആ കുറിപ്പ് വായിച്ച് അതിനുള്ള മറുപടി നൽകി ഉടൻ തന്നെ രാഹുൽ സഭയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. സഭയ്ക്ക് പുറത്തിറങ്ങുമ്പോൾ നടത്തിയ രാഹുലിന്റെ പ്രതികരണം അത് തന്നെയാണ് ഈ ഒരു ഒത്തുകളി വ്യക്തമാക്കുന്നത്. കാരണം കോൺഗ്രസിനൊപ്പം തന്നെയാണ് താൻ എപ്പോഴുമെന്നും ഒരു തരത്തിലും കോൺഗ്രസിനെതിരെ ഉള്ളൊരു പ്രവർത്തനം അത് തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും രാഹുൽ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതേസമയം മറ്റൊന്ന്, ഈ ലൈംഗികാരോപണ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന്റെ രാഹുൽ തയ്യാറായില്ല. അതോടൊപ്പം തന്നെ പുറത്തു വന്ന ഓഡിയോ സംഭാഷണവുമായി ബന്ധപ്പെട്ട് അത് രാഹുലിൻ്റെതാണോ എന്ന ചോദ്യത്തിന് അത് നിഷേധിക്കാതെയുള്ള രാഹുലിന്റെ മറുപടിയും ഏറെ പ്രസക്തം തന്നെയായിരുന്നു. വ്യവസ്ഥയിൽ ഞാൻ പറഞ്ഞത് ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലിരിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായി നിയമസഭയിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ നേരെ പോയത് MLA ഹോസ്റ്റലിലേക്കായിരുന്നു. അവിടെ നിന്നും MLA ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ SFIയുടെ ശക്തമായ പ്രതിഷേധവും രാഹുൽ നേരിടേണ്ടി വന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. രാഹുലിന്റെ വാഹനം തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് SFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഇനിയുള്ള ദിവസങ്ങളിലും നിയമസഭയിലേക്ക് താൻ എത്തും എന്ന് ഉള്ളൊരു പ്രഖ്യാപനം അത് രാഹുലും നടത്തിയാണ് ഇവിടെ നിന്നും തിരുവനന്തപുരത്ത് നിന്നും അടൂരേക്ക് മടങ്ങിയത്. ഏതായാലും അത്തരത്തിൽ വരും ദിനങ്ങൾ കൂടുതൽ പ്രക്ഷുബ്ധമാകാനുള്ളൊരു സാധ്യത തന്നെയാണ് രാഹുൽ സഭയിൽ എന്നും എത്തും എന്നുള്ളൊരു പ്രഖ്യാപനത്തിലൂടെ കൂടി നടത്തിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് തന്നെയാകും സഭയുടെ അകവും പുറവും സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല.